ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് 2-3 ദിവസമായിട്ട് വീഡിയോകളൊന്നും ചെയ്തിട്ടില്ല. എന്താണെന്ന് പറഞ്ഞാൽ സുഖമില്ലാട്ടിരുന്നു. പനിയും ജലദോഷവും തൊണ്ടവേദനയും ഒന്നും പറയണ്ട. അങ്ങനെ ഒരു 3 ദിവസത്തെ ബ്രേക്കിന് ശേഷമാണ് ഇന്ന് വീഡിയോ ഇടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരോടും ആദ്യം തന്നെ ഒരു സോറി പറയണേ. പിന്നെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന പറഞ്ഞാൽ ഈ ഒരു 2-3 ദിവസത്തിനിടയിൽ കിടിലൻ 2-3 ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഒന്ന് ബോഡോ ഗ്ലിമിറ്റ് എന്ന് പറയുന്ന ആ ഒരു കുഞ്ഞൻ ക്ലബിന്റെ അതിശയിപ്പിക്കുന്ന ഒരു എന്താ പറയാ ഒരു തേരോട്ടം തന്നെ പറയാൻ പറ്റും. ചാമ്പ്യൻസ് ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റി ആദ്യമായിട്ട് അവർ പരാജയപ്പെടുത്തിയപ്പോൾ എല്ലാവരും പറഞ്ഞത് ഒരു അട്ടിമറിയാന്ന് പറഞ്ഞു. അതിനുശേഷം അത്ലറ്റിക്കോ മഡ്രിഡിനെ പരാജയപ്പെടുത്തി. അതിനുശേഷം ഇന്റർ മിലാനെ ഹോം ഗ്രൗണ്ടിലും എവേയിലും വെച്ച് പരാജയപ്പെടുത്തി. ഇന്റർ മിലാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ റണ്ണേഴ്സ് അപ്പായ ഇന്റർ മിലാനെ എടുത്ത് പുറത്തിട്ടിട്ടാണ് അവര് റൗണ്ട് ഓഫ് 16ലേക്ക് അടിക്കുന്നത്. എമ്മാതിരി ഒരു പ്രകടനം അല്ലേ. എനിക്ക് ഫസ്റ്റ് സിറ്റിയുടെ കൂടെയുള്ള കളി കണ്ടപ്പോഴും എനിക്ക് വലിയ ആശ്ചര്യം തോന്നിയില്ല. അതുപോലെ അത്ലറ്റിക്കോ മഡ്രിഡിന്റെ കൂടെയുള്ള കളിയൊക്കെ ഒരു കളിയുടെ തോന്നിച്ചു. പക്ഷെ ഇന്റർ മിലാനെ ഹോമിലും എവേയിലും വെച്ച് ഇഞ്ഞ വരയിപ്പിച്ചുണ്ടല്ലോ. എമ്മാതിരി കളിയിടും. ആ സെക്കൻഡ് ലെഗില് അവര് ഒരു ഗോള് ലീഡ് ചെയ്യണ വരെ ആ ഒരു ഡിഫൻസ് കാത്തു നിന്നിട്ട് ഒരു ഗോൾ അവർക്ക് ലീഡ് ചെയ്യണം. ബോഡോ ഗ്ലിമിറ്റ് ഇന്ററിനെതിരെ വീണ്ടും ഒരു ഗോൾ സ്കോർ ചെയ്ത് അതിനുശേഷം എല്ലാവരും വിചാരിക്കുന്നത് എന്താണ്, അവര് ഡിഫൻസിലേക്ക് ഇറങ്ങി വന്നിട്ട് ഇനി ഗോൾ വഴങ്ങാതിരിക്കും. പക്ഷെ അതിനുശേഷമാണ് ശരിക്കും അവർ പ്രസ്സിങ്ങും ആക്രമിക്കാനൊക്കെ തുടങ്ങിയത്. ആ ഒരു തേർഡ് ഗോൾ വന്ന ഒരു ഇതുണ്ടല്ലോ, ഇവരൊക്കെ എനിക്ക് തോന്നുന്നില്ല ഇതൊരു കുഞ്ഞൻ ക്ലബ്ബാണ്. അതേപോലെ തന്നെ എക്സ്പീരിയൻസിന്റെ കുറവുകളുണ്ട്. ഈ മാതിരി പെർഫോമൻസ് ആണ്. പഴയ എ സി മിലാന്റെ താരമാണ് വന്ന് ഗോൾ അടിച്ചത് ഇന്റർ മിലാനെതിരെ. അങ്ങനെ ഇന്റർ മിലാന്റെ ചാമ്പ്യൻസ് ലീഗ് എന്ന സ്വപ്നം നോക്കൌട്ട് റൗണ്ടിൽ തന്നെ പുറത്താക്കിയിരിക്കുകയാണ്. അടുത്ത മത്സരം നോക്കണ റയൽ മാഡ്രിഡ് വിസസ് ബെൻഫിക്ക. എല്ലാവരും കാത്തിരുന്ന ഒരു മത്സരമാണ്. ബെൻഫിക്ക എന്തൊക്കെയോ ചെയ്യുന്നൊക്കെ വിചാരിച്ചിട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്ന ആ മത്സരമായിരുന്നു. പക്ഷെ ബെൻഫിക്കയ്ക്ക് ഫസ്റ്റ് ഹാഫിൽ എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ സെക്കൻഡ് ഹാഫിൽ ഒന്നും നടന്നില്ല എന്നുള്ള കാര്യമാണ്. വിനീഷ്യസിന്റെ RS-എതിരെയുള്ള കിടിലൻ ഗോളും വീണ്ടും ആ ഒരു കോർണർ ഫ്ലാഗിന്റെ അടുത്തുള്ള സെലിബ്രേഷനും എല്ലാം കൂടി മൊഞ്ചായിട്ട് അങ്ങോട്ട് അവര് റൗണ്ട് ഓഫ് 16ലേക്ക് എത്തിക്കുക. പക്ഷെ റൗണ്ട് ഓഫ് 16 എത്തിയപ്പോഴോ അവിടെ വീണ്ടും മാഞ്ചസ്റ്റർ സിറ്റി. ഇത് എന്താലേ. നമ്മുടെ ഗോൾ കീപ്പർ കോട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശരിയായിട്ടുള്ള സൗണ്ട് ഒന്നും. കോട്ടോ പറഞ്ഞെന്താന്ന് പറഞ്ഞാല് നമ്മൾക്ക് സിറ്റി തന്നെ ആയിരിക്കും. ഈ ഡ്രോ ഇന്നലെ വെള്ളിയാഴ്ച നടന്നതാണെങ്കിൽ ഇതിന്റെ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായത് നമുക്ക് മിക്കവാറും സിറ്റി തന്നെ ആയിരിക്കും, സിറ്റി തന്നെ. അതേപോലെ തന്നെ എൻട്രിക്ക് പറഞ്ഞ് ഞങ്ങൾക്ക് ചെൽസിയെ വേണം. അതേപോലെ ചെൽസി എടുത്തിട്ടുണ്ട് അവര്. അതിനുശേഷം നടന്നൊരു മത്സരം എന്ന് പറഞ്ഞാല് 5-2 അഗ്രിഗേറ്റില് ഗലത്തസ്രായി ജുവന്റസിന് ഹോം ഗ്രൗണ്ടിലേക്ക് വന്നതാണ്. ജുവന്റസ് തുടക്കം മുതൽ അങ്ങോട്ട് എന്താ പറയാ ഫയറായിട്ട് അങ്ങനെ 5-5 സമനിലയിൽ എത്തണം. അതിനുശേഷം എക്സ്ട്രാ ടൈമിലേക്ക് പോയ ശേഷം ഗലത്തസ്രായി 2 ഗോളുകൾ അടിച്ചിട്ട് അവര് ഗലത്തസ്രായി ഉറപ്പിച്ചിരിക്കുകയാണ്. ജുവന്റസും പുറത്തു പോയിരിക്കുകയാണ്. ജുവന്റസിന് കിട്ടില്ല അവസരങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ മുതലാക്കാൻ പറ്റില്ല. അങ്ങനെ ചാമ്പ്യൻസ് ലീഗിന്റെ റൗണ്ട് ഓഫ് 16ന്റെ ഡ്രോ ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു സൈഡ് ചാമ്പ്യൻസ് ലീഗ് അടിച്ചടിച്ച് തഴമ്പിച്ച ഒരു കൂട്ടം ക്ലബ്ബുകളും, ഒരു സൈഡ് ഇനി ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഇതുവരെ ചാമ്പ്യൻസ് ലീഗ് അടിക്കാത്ത കുറെ ക്ലബ്ബുകളും തമ്മിലുള്ള ഒരു രണ്ട് ചേരി തിരിഞ്ഞിരിക്കുകയാണ്. അതിൽ ഒരു സൈഡ് കിട്ടില്ല മത്സരങ്ങൾ നടക്കുകയാണ്. എന്താ പറഞ്ഞാൽ ടോപ്പ് ഫൈനലില് അല്ലെങ്കിൽ ടോപ്പ് 8 സെമി ഫൈനലില് അല്ലെങ്കിൽ ക്വാർട്ടർ ഫൈനലില് ഫൈനലിലൊക്കെ എത്തേണ്ട ഒരേ ടീമുകൾ ഈ സൈഡ് മൊത്തം നിൽക്കുമ്പോൾ ഒരു ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ PSG ചെൽസി നേരിടുന്നു, ലിവർപൂൾ ഗലത്തസ്രായി നേരിടുന്നു, മാഞ്ചസ്റ്റർ സിറ്റി റയൽ മാഡ്രിഡ് നേരിടുന്നു, അറ്റ്ലാന്റ ബയൺ മ്യൂണിക്ക് നേരിടുന്നു. ഇവിടെ 2 ടീമുകൾ പറഞ്ഞാൽ ഗലത്തസ്രായും അറ്റ്ലാന്റയും മാത്രം കുറച്ച് മോശമായിട്ടുള്ള ടീം എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാം ടോപ്പ് ക്ലാസ് ടീമുകളാണ്. ഒരുപാട് UCL നേടിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. ഇപ്പോഴത്തെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ന്യൂകാസിൽ യുണൈറ്റഡും ബാഴ്സലോണയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. അതിനുശേഷം അത്ലറ്റിക്കോ മഡ്രിഡും ടോട്ടൽ ഹോട്ട്സ്പർ ആയിട്ട് തമ്മിലുള്ള മത്സരം ഏറ്റുമുട്ടുന്നത്. അതിനുശേഷം സ്പോർട്ടിംഗ് CPയും അതേപോലെ തന്നെ നമ്മുടെ ബോഡോ ഗ്ലിമിറ്റ് എന്ന് പറയുന്ന ആ ഒരു കുഞ്ഞൻ ക്ലബിന്റെ വലിയ ചരിത്രം തിരുത്താൻ വരുന്ന ആ ഒരു ടീമും, അതിനുശേഷം ലെവർകൂസനും ആഴ്സണലാണ്. എന്തുകൊണ്ടാണ് ആഴ്സണൽ ലോട്ടറി അടിച്ചതെന്ന് നമുക്ക് ഈ ഫിക്ചർ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റില്ലേ. ആഴ്സണൽ മിക്കവാറും വരികയാണെങ്കിൽ ബോഡോ ഗ്ലിമിറ്റോ സ്പോർട്ടിംഗ് FC ആയിട്ടായിരിക്കും ഈ ലെവർകൂസനായിട്ടുള്ള മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ നേരിടുമ്പോൾ. അതിനുശേഷം കിട്ടിക്കഴിഞ്ഞാൽ ഈ 4 ടീമിൽ ബാഴ്സലോണ അല്ലെങ്കിൽ അത്ലറ്റിക്കോ മഡ്രിഡ് അല്ലെങ്കിൽ ടോട്ടൻഹാം ഹോട്ട്സ്പർ അല്ലെങ്കിൽ ന്യൂകാസിൽ യുണൈറ്റഡ്, ഇവര് 4 ടീമിൽ ആരായിരിക്കും സെമി ഫൈനലിൽ നേരിടാൻ പോവുക. അപ്പോൾ മിക്കവാറും ബാഴ്സലോണയ്ക്കും അത്ലറ്റിക്കോ മഡ്രിഡിനൊക്കെ ചാൻസ് കൂടുതലാണ് അവിടെ നിന്ന് കയറി വരാനുള്ളത്. അപ്പൊ എന്തായാലും നോക്കിക്കഴിഞ്ഞാൽ ഫൈനലിൽ എത്തുമ്പോഴാണ് റയൽ മാഡ്രിഡ് അതേപോലെ തന്നെ ബാഴ്സലോണ മത്സരങ്ങളൊക്കെ വരാനുള്ള ചാൻസുകൾ കാണുന്നത്. ഇന്നലെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഫുള്ളായിട്ട് രാത്രിയായി പിന്നെ ഈ ഒരു ഇതാണ് വരുന്നത്. കളി വന്ന് ലാസ്റ്റ് അവസാനം എൽ ക്ലാസിക്കോയിൽ അവസാനിക്കാം. അങ്ങനെ ഒരു എൽ ക്ലാസിക്കോ ഉണ്ടായി കഴിഞ്ഞാൽ പൊന്നെ ഒന്നും പറയാനില്ല. എൽ ക്ലാസിക്കോ ചാമ്പ്യൻസ് ലീഗ് എൽ ക്ലാസിക്കോ ഇതുവരെ നടന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. അങ്ങനെ നടക്കുകയാണെങ്കിൽ ഇന്റർനെറ്റ് സ്തംഭിക്കും. അതേപോലെ തന്നെ ടിക്കറ്റുകൾ ഞൊടിയിടങ്ങൾക്കിടയിൽ
വിറ്റ് തീരും. അതേപോലെ തന്നെ ടെലിവിഷൻ ചരിത്രത്തിലെ ഏറ്റവും റെക്കോർഡ് വ്യൂവേഴ്സ് ആയിരിക്കും ആ ഒരു മത്സരത്തിന് ഉണ്ടാകുമ്പോൾ. എന്താ പറഞ്ഞാൽ ഒന്നാമത്തെ എൽ ക്ലാസിക്കോ വന്നാൽ തന്നെ ലോകം രണ്ടായി തരംതിരിഞ്ഞിട്ട് രണ്ട് ചേരികളെ, ഫുട്ബോൾ ലോകം രണ്ടായി ചേരികളെ തരംതിരിച്ചിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു മത്സരമാണ് എൽ ക്ലാസിക്കോ. അതിന്റെ ഇടയിൽ ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ കൂടി വന്നു കഴിഞ്ഞാലോ പറയണോ, പിന്നെ ലോകം മൊത്തം ഉറ്റു നോക്കുന്ന ഒരു മത്സരമായിരിക്കും. അതിന്റെ ഇടയിൽ കുറെ കളികളൊക്കെ ഉണ്ട്, കടമ്പകൾ. എന്താണ് ബാഴ്സലോണയ്ക്കും റയൽ മാഡ്രിഡിനും ഇതൊക്കെ കടന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് കടമ്പുണ്ട്. റയൽ മാഡ്രിഡിനാണെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റിനെ മറികടക്കണം, ബയൺ മ്യൂണിക്കിനെ മറികടക്കണം, അത് കഴിഞ്ഞ് ചെൽസിയോ അല്ലെങ്കിൽ PSG ഒക്കെയാണ് മറികടക്കേണ്ടത്. അതൊക്കെ കഴിഞ്ഞ് ഫൈനലിൽ എത്തണമെങ്കിൽ ടാസ്ക് തന്നെയാണ് ഇപ്പോഴത്തെ റയൽ മാഡ്രിഡ് സിറ്റുവേഷൻ നോക്കുമ്പോൾ. പക്ഷെ റയൽ മാഡ്രിഡാണ് ചാമ്പ്യൻസ് ലീഗിൽ അവർക്കുള്ള മുൻഗണനയും അവർക്കുള്ള ആ ഒരു വൈബൊക്കെ അറിയാൻ എല്ലാവർക്കും. അത് കാരണം റയൽ മാഡ്രിഡ് എന്ത് തന്നെ ആയിക്കോട്ടെ അവരും സെമിയിൽ എത്താനുള്ള ഒരു ചാൻസ് ഉള്ള ടീമുകളാണ്. പക്ഷെ മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ടുള്ള ആദ്യ കടമ്പ കടക്കണം. സിറ്റിയുടെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് റയൽ മാഡ്രിഡിന് ഒറ്റ വിജയം നേടാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ റയൽ മാഡ്രിഡ് ഹോം ഗ്രൗണ്ടിൽ 7 മത്സരങ്ങൾ നടന്നതിൽ ഒരൊറ്റ തോൽവിയാണ് റയൽ മാഡ്രിഡ് അനുഭവിച്ചിട്ടുള്ളൂ. അപ്പൊ എന്തായാലും കൊണ്ടും കൊടുത്തും അങ്ങനെ ഓരോ ചാമ്പ്യൻസ് ലീഗിലും റയലും സിറ്റിയാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റിയുടെയും റയലിന്റെ അവസ്ഥ നോക്കി കഴിഞ്ഞാൽ ഏകദേശം തുല്യ ശക്തികളാണെന്ന് പറയാം. പക്ഷെ എന്നാലും ഒരു മുൻതൂക്കം കുറച്ച് സിറ്റിക്ക് തന്നെയാണ്. അവരുടെ പുതിയ സൈനികങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ടീം ഒന്നുകൂടെ ഇപ്പോ ഈ അടുത്ത ഒരു 1-2 മാസങ്ങളായിട്ട് നല്ല ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ആയിക്കോട്ടെ നല്ല വിജയത്തിലാണ് വരുന്നത്. ബോഡോ ക്ലിമറ്റ് എന്ന ക്ലബ്ബ് അട്ടിമറിച്ചിട്ടാണ് സിറ്റിയൊക്കെ ഇവിടെ എത്തിയിരിക്കുന്നത്. സിറ്റി പക്ഷെ മുന്നേ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, അതങ്ങനെയാണ് ടോപ്പ് 8 വന്നത്. അപ്പൊ എന്തായാലും എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ ആരൊക്കെ 4 ടീമുകൾ സെമി ഫൈനലിൽ വരാന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. ഇനി എന്റെ ഒരു അഭിപ്രായത്തിൽ ബാഴ്സലോണയ്ക്കും അതേപോലെ തന്നെ ആഴ്സണലാണ് ഏറ്റവും ടോപ്പായിട്ട് ഈ സീസണിൽ ചാമ്പ്യൻസ് ലീഗ് അടിച്ചില്ലെങ്കിൽ അവർക്ക് ഇനി ജന്മത്തിൽ ചാമ്പ്യൻസ് ലീഗ് അടിക്കാൻ പറ്റും. എന്താണ് അത്രയും നല്ല സ്കോഡ് ഡെപ്ത്, ഒരു നല്ലൊരു കോച്ച്, എന്താ പറയുക, എല്ലാം കൊണ്ടും തേങ്ങി നിൽക്കാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടോപ്പിൽ നിൽക്കുന്നത്. അതേപോലെ തന്നെ ഒരു കളി തോൽവി അറിയാതെയാണ് അവര് ചാമ്പ്യൻസ് ലീഗിന്റെ നോക്കൌട്ട് ഫസ്റ്റ് റൗണ്ടിൽ ഏറ്റവും ടോപ്പിൽ അവർ ഫിനിഷ് ചെയ്തത്. അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് അടിക്കാനുള്ള എല്ലാ ചാൻസുകളും ഉണ്ട്. പക്ഷെ കലം ഇട്ട് ഉടയ്ക്കരുതെന്നുള്ള ഒറ്റ കൺസെപ്റ്റ് ഉള്ളൂ. അത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും. അപ്പോൾ വരും മത്സരങ്ങള് ബോർഡർ ലിമിറ്റ് ഒക്കെ ഉണ്ട്. എന്താ പറഞ്ഞാല് ബമ്പുമാരെ കട്ടിമറിച്ചിട്ടാണ് അവർ ഇവിടെ എത്തിക്കുക. അപ്പൊ ആഴ്സണലിൽ അവരെയും കൂടി നേരിടുന്നുണ്ട്. അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണാം എന്താ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ സെമിയിൽ എത്തുന്ന ഏതൊക്കെ 4 ടീമുകളെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ബാഴ്സലോണയുടെ ഇതിഹാസം നമ്മുടെ റാക്കിറ്റിച്ച് ആണ് ഈ റൗണ്ട് ഓഫ് 16 ഡ്രോ എടുത്ത്. അപ്പൊ ചങ്ങായി എടുത്തപ്പോൾ ഒരു സൈഡ് വന്നത് 31 ട്രോഫി അടിച്ചിട്ടുണ്ട്. ഒരു സൈഡ് വന്ന ടീമുകൾ അതിൽ ഡൊമിനേറ്റ് ചെയ്യുന്നത് റയൽ മാഡ്രിഡ് ആയിക്കോട്ടെ, ബയൺ മ്യൂണിക്ക് ആയിക്കോട്ടെ, ചെൽസി, PSG എല്ലാവരും ട്രോഫികൾ എടുത്ത് ചാമ്പ്യൻസ് ലീഗിൽ 31 ട്രോഫിയാണ്. ഒരു സൈഡ് 15 ബാക്കി 15 മറ്റുള്ള ടീമുകൾ എടുത്തിട്ടുണ്ട്, ബയൺ മ്യൂണിക്ക് അടക്കം. അത് നോക്കുമ്പോൾ ഈ സൈഡ് നോക്കുമ്പോൾ ആകെ 5 ട്രോഫിയാണ് ഉള്ളത്. ഇത്രയും ടീമുകൾ ഉണ്ടായിട്ട് ആകെ 5 ട്രോഫി ഉള്ളത്. അതിൽ ആകെ എടുത്തിരിക്കുന്ന ഒറ്റ ടീമാണ് ബാഴ്സലോണ. അപ്പോ റാക്കിറ്റിച്ച് എന്തോ കൊണ്ടോ എടുത്ത് ഇപ്പുറത്തിട്ടാണ് ബാഴ്സലോണ, അല്ലെങ്കിൽ ഈ സൈഡിൽ വരേണ്ട ബാഴ്സലോണയാണ് അല്ലെ. ഇവിടെ ബാക്കിയുള്ളൊരു ടീമിനും ഇല്ല എന്നുള്ളതാണ് ട്രോഫി. ആഴ്സണൽ എടുത്തിട്ടില്ല, സ്പോർട്ടിംഗ് CP എടുത്തിട്ടില്ല, നമ്മുടെ ന്യൂകാസിൽ യുണൈറ്റഡ് എടുത്തിട്ടില്ല, അതേപോലെ തന്നെ അറ്റ്ലാന്റിക് മഡ്രിഡ് എടുത്തിട്ടില്ല. ഇവരൊന്നും എടുക്കാത്ത ടീമുകളാണ്. അപ്പോ എന്തോ ഒരു ഇതിൽ ഇങ്ങോട്ട് പെട്ടുപോയതല്ലേ ബാഴ്സലോണ ഈ സൈഡിൽ പെട്ടത്. ഈ സൈഡിൽ പെട്ടതാണെങ്കിൽ ബാഴ്സലോണയുടെ ചിലപ്പോൾ അടുത്ത മത്സരങ്ങളോടുകൂടി തീരുമാനമായിട്ടുണ്ടാവും. ചില PSG ഒക്കെ ആയിരുന്നു വരികയാണെങ്കിൽ നല്ല ഉഗ്ര മത്സരം. എന്താ പറയുക, ഇപ്പോഴത്തെ ഫോമില് PSG ചിലപ്പോൾ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ PSG എൻട്രിക്ക് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ആര് വന്നാലും പ്രശ്നമല്ല, ഞങ്ങൾ ചാമ്പ്യന്മാരാണ്. പക്ഷെ ചാമ്പ്യന്മാരൊക്കെ ആയിരുന്നു കഴിഞ്ഞ സീസണിൽ. ശരിയാണ്, കഴിഞ്ഞ സീസണിൽ പിന്നെ പറഞ്ഞു. പക്ഷെ ഈ സീസണിൽ നിങ്ങൾ അത്ര വലിയ പ്രകടനമൊന്നും കാഴ്ചവെക്കുന്നു. ഈ സീസണിൽ പോകുന്നത് ബയൺ മ്യൂണിക്ക്, ഒന്ന് ആഴ്സണൽ. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇവരൊക്കെയാണ് ടോപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അവർ തന്നെയാണ് മിക്കവാറും സെമി ഫൈനൽ ഉണ്ടാവുക. ബാക്കി 2 ടീമുകൾ ആരാന്ന് എനിക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല. അതിനി സെമി ഫൈനൽ എത്തിയാലേ പറയാൻ പറ്റില്ല, ഇനി യാതൊരു സംശയമില്ല. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ചങ്ങായിമാർ എന്താ കാണിക്കുന്നത്, ഈ UEFA പറയുന്ന സംഘടനയുണ്ടല്ലോ, ഇവർക്ക് ഒന്നുമില്ലെങ്കിൽ പരിഗണിച്ചു കൊടുക്കും നമ്മൾ ഫുട്ബോൾ പ്രേമികളിൽ. എന്ത് ചങ്ങായിമാർ ഈ ഒരേ കളികൾ, PSG ചെൽസി ആയിട്ടുള്ള കളി അതേ നടക്കുന്ന സമയത്ത് തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയും റയൽ മാഡ്രിഡും ഏത് കളിയെ കാണാം. അവരുടെ ഫാൻസ്, റയൽ മാഡ്രിഡ് ഫാൻസ് റയലിന്റെ കളി കാണുള്ളൂ, PSG ഫാൻസ് PSG കളി കാണും, ചെൽസിയുടെ ഫാൻസ് ചെൽസിയുടെ കളി കാണുള്ളൂ. പക്ഷെ സിറ്റിയുടെ ഫാൻസ് സിറ്റിയുടെ കളി കാണും. പക്ഷെ നമ്മൾ ഈ ഫുട്ബോൾ പ്രാന്തന്മാരുണ്ടല്ലോ, പന്ത് കളി പ്രാന്തന്മാർ, അവർ ഏത് കളി കാണാം? 2 മൊബൈലിലും TV-യിലും അല്ലെങ്കിൽ ലാപ്ടോപ്പിലൊക്കെ കണക്ട് ചെയ്ത് കാണാം. എന്താണല്ലോ പറയുന്നത്. ഇവർക്ക് അതൊന്ന് ടൈം വെച്ച് ചോദിച്ചോ, ഒരു 9:30 അല്ലെങ്കിൽ 10:00 അങ്ങനെ എന്തെങ്കിലും വെച്ചൂടെ? അത്ര നല്ല മത്സരങ്ങളാണ് മിസ്സാവുന്നത്. അതൊക്കെ പിന്നീട് ഹൈലൈറ്റ്സും അതേപോലെ തന്നെ പിന്നീട് ആ ഒരു റിവ്യൂ കാണലൊന്നും ഒരു ഇതല്ല. നമുക്ക് ആ ലൈവായിട്ട് കണ്ടിട്ട് ആ 90 മിനിറ്റ് ഇരുന്ന് കാണുന്ന പറഞ്ഞാൽ അതിൽ പരം വേറെ എന്താ സുഖമുള്ളത്. അതിനിങ്ങനെ ഇവർക്കെതിരെ എല്ലാവരും കൂടിയിട്ടൊരു കത്തയച്ചാലോ, മൊത്തത്തിൽ നമുക്ക് ഫുട്ബോൾ ആരാധകർ എന്ന നിലയ്ക്ക് എല്ലാവരും കൂടി കത്തയച്ചാലോ. അല്ലെങ്കിൽ എന്തോ ഒരു എന്താ പറയാ, ചിലപ്പോൾ നമ്മൾ PSG കളി കാണും, നടക്കുന്നത് ചിലപ്പോൾ റയൽ മാഡ്രിഡും സിറ്റിയുടെ കളിയായിരിക്കും ടോപ്പ് കളി, അല്ലെങ്കിൽ അത് കാണുന്ന സമയത്ത് ഇതായിരിക്കും ഏറ്റവും ടോപ്പ് ലെവലിൽ. അപ്പോൾ ഏതെങ്കിലും ഒരു കളി മിസ്സാക്കാതെ നിവൃത്തിയില്ല. 2 കൂടി കളി കണ്ടു കഴിഞ്ഞാൽ അത് ഞാൻ 2-3 വർഷം അനുഭവിച്ചത്. അത് ഒരു എന്താ പറയുക, ഏതും കണ്ടിട്ടില്ല, ഏതും കണ്ടതായിട്ട് സാറ്റിസ്ഫൈഡ് ഇല്ലാത്ത പോലെയാണ്. അപ്പൊ എന്തായാലും
കാത്തിരുന്ന് കാണാം ആരൊക്കെയാണ് സെമിഫൈനലിൽ എത്താന്ന്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്ന. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങൾ വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.